എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് തിരനോട്ടം എന്നാണ്. അതൊരു ബിഗിനിങ് ആണ്. കഥകളി എനിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ആ തിര മാറ്റി, തിരശീല മാറ്റി വരുന്നത്. അതൊരു തിരശീല എന്ന് പറയുന്നത് ഒരു സ്ക്രീനായിട്ട് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അപ്പം ഇതൊക്കെ ഒരു പ്രീ ഡിസ്റ്റൈൻഡ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ കൂടെ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു വാക്കാണ് വിസ്മയം എന്ന് പറയുന്നത്. വിസ്മയം എന്ന് പറയുന്നത് അതൊരു അത്ഭുതമല്ല, അതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന ഒരു അതങ്ങനെ അതിനൊരു കറക്റ്റായിട്ടൊരു മീനിങ് പറയാൻ പറ്റുന്നില്ല, അത്തരത്തിലാണ്. അപ്പോൾ എൻ്റെ മകൾക്കും എൻ്റെ വീടിനൊക്കെ എനിക്ക് അത് പേരിടാനുണ്ട്. പിന്നെ ജോക്കു, ഈസ് ലൈക്ക് മൈ സൺ അല്ലേ, എൻ്റെ മോൻ്റെ. അപ്പം എൻ്റെ മോൻ്റെ എൻ്റെ മകളുടെയും സിനിമയും അങ്ങനെ തന്നെ ഞാൻ പറയാം, പൂന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. അപ്പം എൻ്റെ ഒരു മകളുടെയും സിനിമയും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. ഇതുപോലെ നിങ്ങളുടെയൊക്കെ മക്കളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ സായിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായ ഞാൻ, പക്ഷെ സായിയുടെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു. അത് വലിയ കാര്യമാണ്. പലർക്കും അറിയില്ലായിരിക്കും. വെഴുതീർ പൂക്കൾ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഒരുപാട് എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് അത് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഞാൻ ഓരോരുത്തരെ ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാവർക്കും ഞാൻ ലൊക്കേഷനുണ്ടായിരുന്നു, ഞാൻ ലൊക്കേഷനിൽ പോയിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു. അവർ വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട്, അങ്ങനെയാണ് ഒരു പിക്നിക്ക് പോലെ വേണം ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാര്യം നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ശരിക്കും ഒരു ഫാമിലി പോലെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വി ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മളൊരു ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ല. അങ്ങനെ തോന്നുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഈ സിനിമയിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആ സിനിമയെ കൊണ്ടുപോകാൻ സഹായിച്ച മിസ്റ്റർ ആൻ്റണി പെരുമ്പാവൂരിന് സ്പെഷ്യൽ നന്ദി. ആൻ്റണി അങ്ങനെയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ആൻ്റണി എൻ്റെ കൂടെ 39 വർഷമാണ്. അപ്പോൾ ആ 39 വർഷം കൊണ്ട് സിനിമ എന്താണെന്ന് പഠിച്ച ഒരാളാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി ആൻ്റണി എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാവരെയും കംഫർട്ടബിൾ ആക്കാൻ നോക്കും. അതൊക്കെ ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. എനിക്ക് തോന്നുന്നു ആൻ്റണിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കാർക്കും ഇങ്ങനെ ആൻ്റണിയോട് ദേഷ്യം തോന്നാൻ ഒരു കാരണമില്ല. അങ്ങനെ ദേഷ്യം തോന്നിയാലും ആൻ്റണിക്ക് ഒരു പ്രശ്നമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തമാശ പറഞ്ഞത്. പക്ഷെ എന്തായാലും വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ട്രെയിലർ കാണാം. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കാണാം. വൺസ് അഗൈൻ എല്ലാവർക്കും ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് പലർക്കും മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണികൃഷ്ണൻ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ എൻ്റെ അമ്മൂമ്മയുടെ ബ്രദറിൻ്റെ മകനാണ്. ഉണ്ണികൃഷ്ണൻ വളരെ കൊച്ചിലെ കാലം മുതലേക്കാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു പുള്ളിക്ക് പോകുന്ന ഒരു വൈകാരിക നിമിഷമാണ്. കാര്യം നമ്മുടെ വീട്ടിൽ ആരും അഭിനയിക്കാൻ തുടങ്ങിയിട്ടില്ല, ഞാനവിടെ തുടങ്ങിയത്. അപ്പൊ ആ ഒരു ലെഗസിയിലേക്ക് വരുന്നതിലെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഇത്രയും നാളെ കൂടെ നിന്ന് ആ ഒരു സ്വപ്നത്തിന് കൂടെ എന്നൊരു അമ്മ എന്ന് വിളിക്കും. ഗുഡ് ഈവനിങ്. ഈ ആൻസർ പറയുന്ന മുമ്പ് ഐ ലൈക്ക് ടു സേ, ഇപ്പം എൻ്റെ 2 പിള്ളേരും സിനിമയിലാണ്. അവർ 2 പേരും വന്ന ബോത്ത് മൂവീസിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രണബ് സ്റ്റാർട്ടഡ് ഹിസ് മൂവി ആദിൻ്റെ അർത്ഥം ഇസ് ഓൾസോ ദ ബിഗിനിങ്. അതുപോലെ മായാസ് തുടക്കം, which also means the beginning. 2 പേരുടെയും സിനിമാസ് were directed by 2 JJs, ജിത്തു ജോസഫ് ആൻഡ് ജൂഡ് ആന്റണി ജോസഫ്. പിന്നെ കുറച്ചും കൂടി സിമിലാരിറ്റീസ് ഉണ്ട്. but these are the 2 similarities that I found really interesting. തുടക്കം, അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇറ്റ് മീൻസ് beginning, and every beginning carries with it hope, dreams, courage, and everything that you really want to happen. Appo ee oru beginning will not happen with just one person, right? Other than that, I wouldn't say that oru film is only the work of one person.
because many hands and many hearts come together with one shared vision. So I take this time to congratulate the director, Jude, producer, Anthony, the writers, the technicians, the crew, the artists, and every single member of this crew. Thank you for making this happen for my daughter. Now, Maya is very lucky, she's very blessed, I would say, because in a family production house and which helped her realize her dream. അതുപോലെ ഞാൻ എന്നിട്ട് മയുടെ കൂടെ ലൊക്കേഷനിൽ I was with her എല്ലാ ദിവസം ആ സെറ്റിലുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഒരു ഫാമിലി ഔട്ടിംഗ് പോലെ തന്നെ ആയിരുന്നു. സോ താങ്ക് യു എവറി വൺ ഫോർ മേക്കിംഗ് ദിസ് for making Maya very comfortable. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ തുടക്കം is going to hit the screens on 7th. I hope the audience will embrace it with as much love with which it was made. I'm so grateful to be here. I feel like this is just open. Sorry, I'm okay. Okay, I'm going to speak in English because Malayalam, if I think about my Malayalam, I'm going to get more nervous. But this was really a dream of mine, and the fact that it's actually come to life, I am so grateful, and it's been such a blessing. And like just looking around and seeing everyone who's been a part of this movie, and Chata, thank you so much.